ബാല്യമിറങ്ങിപ്പോയ വഴികളിൽ നിന്നും ഓർമ്മയുടെ കാക്കത്തൊള്ളായിരം മഞ്ചാടിക്കുരുക്കൾ ഞാൻ പെറുക്കി സൂക്ഷിച്ചിട്ടുണ്ട്. ഓർമ്മകൾ എന്ന 5 അക്ഷരങ്ങൾ മനുഷ്യനെ മനുഷ്യനാക്കുന്ന ഒന്നാണ്. നമുക്ക് നാം ആയിരുന്ന സ്ഥലങ്ങളെ ഓർത്തെടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, നമ്മളുടെ പ്രിയപ്പെട്ടവരെ ഓർത്തെടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥമില്ലാതാവുകയാണ്. മനുഷ്യനെ മറ്റു ജീവികളിൽ നിന്ന് വേർതിരിക്കുന്നതും ഈ ഓർമ്മകൾ തന്നെയാണ്. ഈ കഴിഞ്ഞ ദിവസം ഞാൻ പ്രാഥമിക വിദ്യാഭ്യാസം നടത്തിയ ഞങ്ങളുടെ LP സ്കൂളിൻ്റെ ജൂബിലി ആയിരുന്നു. അപ്പോൾ ഈ സ്കൂളുമായി ബന്ധപ്പെട്ട് ഏതാനും ചില ഓർമ്മകൾ നിങ്ങളുടെ മുൻപിൽ പങ്കുവയ്ക്കുക ഞാൻ ആഗ്രഹിക്കുകയാണ്. ആദ്യമായി 1-ാം ക്ലാസ്സിലേക്ക് എത്തിയപ്പോൾ അവിടെ അമ്മാവൻ നമുക്ക് സമ്മാനിച്ച 10 മധുരമിഠായി 5 എണ്ണം നമ്മുടെ കൂട്ടുകാരന് നമ്മൾ നൽകിയപ്പോൾ ആകെ മിഠായിയിലുണ്ടായ എണ്ണ വ്യത്യാസത്തെ സൂചിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ കാണിച്ചുകൊണ്ട് ഞങ്ങൾക്ക് മധുരക്കണക്ക് പഠിപ്പിച്ചു തന്ന റെജീന ടീച്ചറും സുജിൽ ടീച്ചറും സെലിൻ ടീച്ചറും മധുരക്കണക്കൊക്കെ പഠിച്ച് 2-ാം ക്ലാസ്സിലേക്ക് ചെന്നപ്പോൾ 2-ാം ക്ലാസ്സിലെ ആ ഇരുട്ടുമുറി ക്ലാസ്സിൽ വെച്ച് പുറത്ത് മഴ തിമിർത്ത് പെയ്യുമ്പോൾ മഴപ്പാട്ട് പാടി തന്ന ജെസി ടീച്ചറും 2-ാം ക്ലാസ്സിലെ സെലിൻ ടീച്ചറും. മഴയൊക്കെ മഴപ്പാട്ടിലൂടെ അനുഭവിച്ച് ഞങ്ങൾ 3-ാം ക്ലാസ്സിലെത്തിയപ്പോൾ ഞങ്ങളെ കൂടാതെ ചില അതിഥികൾ കൂടി ആ ക്ലാസ്സിലുണ്ടായിരുന്നു. ഓട്ടുറുമ എന്നറിയപ്പെടുന്ന ഒരു ജീവിയായിരുന്നു അത്. പലപ്പോഴും ഈ ജീവികൾ ഞങ്ങളുടെ കുട്ടികളുടെ കയ്യിലും കാലിലുമൊക്കെ ഈ ജീവികളുടെ സീലുകൾ അവശേഷിപ്പിച്ചിരുന്നു. അങ്ങനെ മഴയൊക്കെ അനുഭവിച്ചെങ്കിലും മഴ എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന സംശയവുമായാണ് ഞങ്ങൾ 3-ാം ക്ലാസ്സിലെത്തിയത്. 3-ാം ക്ലാസ്സിലെത്തിയപ്പോൾ ഞങ്ങൾക്ക് മഴ എങ്ങനെ ഉണ്ടാകുന്നുവെന്ന് പരിസര പഠനത്തിലൂടെ പഠിപ്പിച്ചു തന്ന അറബി സാർ എന്ന് ഞങ്ങൾ സ്നേഹത്തോടെ വിളിക്കുന്ന മുഹമ്മദ് സാറും. ഇതേ മുഹമ്മദ് സാർ തന്നെയാണ് പച്ചവെള്ളത്തിൽ രാവിലെ കുളിച്ചിട്ട് വരുന്നതിൻ്റെ മഹാത്മ്യവും ഞങ്ങളെ പഠിപ്പിച്ചു തന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഗുണങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നത്. കൂടാതെ കുട്ടികളിൽ സമ്പാദ്യശീലം വളർത്താനായി സഞ്ജയിക എന്ന് പറയുന്ന ചെറു സേവിങ്സിന് നേതൃത്വം നൽകിയതും ഇതേ അറബി സാർ തന്നെയാണ്. ഇതേ 3-ാം ക്ലാസ്സിൽ വെച്ച് തന്നെ ഗുണനപ്പട്ടിക ഞങ്ങൾക്ക് ഈണത്തിൽ ചൊല്ലിത്തന്ന് പിറ്റേ ദിവസം അതേ ഈണത്തിൽ അത് ചൊല്ലാൻ സാധിക്കാതെ വരുമ്പോൾ ഞങ്ങളെ അടിച്ചിരുന്ന സാലി ടീച്ചർ. അടി കിട്ടുന്ന കുട്ടിക്ക് എത്രത്തോളം വേദന എടുത്തു എന്ന് പുറകിലിരിക്കുന്ന കുട്ടികൾ മനസ്സിലാക്കിയിരുന്നത് പലപ്പോഴും ആഞ്ഞടിക്കുമ്പോൾ ആടിയുലയുന്ന സാലി ടീച്ചറിൻ്റെ താലിമാലയുടെ ആട്ടത്തിനനുസരിച്ചാണ്. അന്ന് പ്രധാന അധ്യാപികയായിരുന്ന സിസ്റ്റർ ക്ലെയർ തൻ്റെ സഹോദര വൈദികന് ഞങ്ങൾ കുട്ടികളെ കൊണ്ട് കത്തെഴുതിപ്പിച്ച് പുതിയ കമ്പ്യൂട്ടർ സ്കൂളിൽ സ്ഥാപിക്കുകയും അതുപോലെ തന്നെ കുട്ടികൾക്ക് ചെറിയ പാർട്ടികൾ നടത്തുകയുമൊക്കെ ചെയ്തിരുന്നു. മഴയുണ്ടാകുന്നത് എങ്ങനെയെന്നും ഗുണനപ്പട്ടികയും ഒക്കെ പഠിച്ച് 3-ാം ക്ലാസ്സിൽ നിന്ന് ഞങ്ങൾ 4-ാം ക്ലാസ്സിൽ സീനിയേഴ്സായി എത്തിയപ്പോൾ അവിടെ ഞങ്ങളെ കാത്തിരുന്നത് കാരകാരപ്പഴം കസ്തൂരി മാമ്പഴം കൈകൊണ്ടടിക്കണം കാലോണ്ട് വാരണം എന്ന ഒരു പാഠ്യഭാഗവുമായി ബന്ധപ്പെട്ട് ഒരു പ്രത്യേകതരം ഗെയിം ഞങ്ങളെ കളിപ്പിച്ച, കബഡിയോട് സാമ്യമുള്ള ഒരു ഗെയിം ഞങ്ങളെ കളിപ്പിച്ച ഞങ്ങളുടെ മനസ്സിൽ എന്നും ഹീറോ ആയിട്ടുള്ള ഷിജോ സാറായിരുന്നു. ഷിജോ സാർ വന്നിരുന്നതും ഒരു ബൈക്കിലായിരുന്നു. അത് ഞങ്ങൾക്ക് എന്നും കൗതുകമുള്ള ഓർമ്മകളാണ്. കൂടാതെ ഗുണനപ്പട്ടിക ഉറച്ചു പഠിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ കൃത്യമായി വീണ്ടും ഗുണനപ്പട്ടിക ആവർത്തിച്ച് പഠിപ്പിച്ചിരുന്ന ഡേസി സിസ്റ്ററും ഞങ്ങളുടെ ഓർമ്മകളിലുണ്ട്. ഇനി നമുക്ക് കുട്ടികളുടെ സർക്കിളിലുള്ള മഞ്ചാടി ചെപ്പുകൾ ഓരോന്നായി തുറക്കാം. സ്കൂള് വീടിനടുത്തായിരുന്നതിനാൽ സാങ്കല്പികമായ സ്റ്റിയറിംഗ് വായുവിൽ തിരിച്ചുകൊണ്ട് ടോപ്പ് ഗിയറിൽ സ്കൂളിൽ എത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾ കാത്തിരിക്കുന്നത് ചോറുണ്ണാനുള്ള സമയത്തിലാണ്. അമ്മ തന്നുവിടുന്ന ടിഫിൻ ബോക്സ് തുറക്കുമ്പോൾ അതിൽ മുന്തിയിനം കറികളാണെങ്കിൽ അതായിരുന്നു ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ നിമിഷം. നേരെ തിരിച്ചാണെങ്കിലോ അതായിരുന്നു ജീവിതത്തിലെ ഏറ്റവും ദുഃഖകരമായ നിമിഷം. ഉച്ചഭക്ഷണത്തോടൊപ്പം എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് സ്കൂളിൽ കറി കടലയാണെങ്കിൽ അതിലെ കടലകൾ പെറുക്കിയെടുത്ത് അത് കഴുകി പോക്കറ്റിലിട്ട് കുറിച്ചുകൊണ്ട് നടന്ന ബിരുദന്മാരും ഞങ്ങളുടെ സ്കൂളിലുണ്ടായിരുന്നു. ഉച്ചഭക്ഷണമൊക്കെ കഴിഞ്ഞ് അടുത്ത കലാപരിപാടി പൈതൃകമായി ഞങ്ങൾക്ക് കൈമാറി വന്ന ഒരു കലാരൂപമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. വേറൊന്നുമല്ല, സ്കൂൾ മുറ്റത്ത് നിൽക്കുന്ന കുറുന്തോട്ടി പറിച്ചെടുത്ത് മുകളിലൂടെ പറന്നു പോകുന്ന തുമ്പിയെ അടിച്ചു പിടിച്ച് അതിനെക്കൊണ്ട് കല്ലെടുപ്പിക്കുന്ന ആ വിനോദങ്ങൾ. ഇതിൻ്റെ ഉപജ്ഞാതാവ് ആരാണ് എന്ന് എനിക്ക് ഇതുവരെ പിടികിട്ടിയിട്ടില്ല. എങ്കിലും ഇത് കണ്ടുപിടിച്ച കുട്ടിയുടെ ലോജിക്ക് വളരെ വലുത് തന്നെയാണ്. കാരണം ഇത്ര ചെറുപ്പത്തിലെ 5, 6, 7 വയസ്സുള്ളപ്പോൾ കുറുന്തോട്ടിയെ ആയുധമാക്കിക്കൊണ്ട് മുകളിലൂടെ പറന്നു പോകുന്ന തുമ്പിയെ അടിച്ചു പിടിച്ച് അതിനെക്കൊണ്ട് കല്ലെടുപ്പിക്കുക എന്ന് പറയുന്ന ലോജിക്ക് അത് വളരെ വലിയൊരു ലോജിക്ക് തന്നെയാണ്. ഇതിനുശേഷം മഴക്കാലമായി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കണ്ണുനീർ തുള്ളിയുടെ കാലമായി. അതായത് സ്കൂൾ പരിസരത്ത് നിൽക്കുന്ന കണ്ണുനീർ തുള്ളികൾ പറിച്ച് അത് കണ്ണിലൊഴിക്കുന്ന ഒരു പ്രത്യേകതരം വിനോദം. ഇത് കിട്ടാത്ത കൂട്ടുകാരൻ പറയും കണ്ണുനീർ തുള്ളി കണ്ണിലൊഴിച്ചാൽ കണ്ണടിച്ചു പോകുമെന്ന്. കൂടാതെ മഴക്കാലത്ത് സ്കൂളിനരികിൽ കൂടി ഒഴുകുന്ന ഉറവയിൽ നിന്ന് മീനുണ്ട് എന്ന് വിശ്വസിച്ച് അതിവിദഗ്ധമായി ഞങ്ങൾ മീനെ പിടിക്കാൻ ശ്രമിക്കുമായിരുന്നു. ഒരുപക്ഷെ അതായിരിക്കാം ആ സമയത്തെ ഏറ്റവും വലിയ വിശ്വാസം. അങ്ങനെ ആ മീനില്ലാത്ത ഉറവുവെള്ളത്തിൽ നിന്നും
എങ്ങനെയെങ്കിലും ഒരു വാൽമാക്രി കിട്ടിയ അതിനെ പിടിച്ച് ചോറ്റുപാത്രത്തിൽ വെള്ളം നിറച്ച് അതിലിട്ട് ആനയെ തളച്ച പാപ്പാൻ്റെ ഗമയിൽ നടക്കുന്ന സുഹൃത്തുക്കളും ഞങ്ങൾക്കുണ്ടായിരുന്നു. ഇതിനുശേഷം ഞങ്ങൾ ചെയ്യുന്നത് സ്കൂൾ മുറ്റത്തെ നെല്ലിമരത്തിൽ കയറി നെല്ലിക്ക പറിക്കുകയാണ്. വടിയുമായി പലപ്പോഴും പല ബിരുദന്മാരും നെല്ലിമരത്തിൽ കയറി നെല്ലിക്ക പറിക്കാൻ ശ്രമിക്കും. ആ സമയത്തായിരിക്കും നേരത്തെ ഉപ്പിലിട്ട് വെച്ച നെല്ലിക്ക ഓഫീസിൽ നിന്നും ടീച്ചർമാർ വിളിച്ച് നൽകുന്നത്. അപ്പോൾ താഴെ നിൽക്കുന്ന കുട്ടികൾ ഓടിച്ചെന്ന് നെല്ലിക്ക വാങ്ങുകയും മുകളിൽ മരത്തിൽ കുടുങ്ങിക്കിടക്കുന്ന കുട്ടിക്ക് ഉപ്പിലിട്ട നെല്ലിക്ക കിട്ടാത്ത അവസ്ഥ വരികയും ചെയ്യും. അങ്ങനെ ആ കുട്ടിക്ക് ഏക ആശ്രയം ഈ മരത്തിൽ നിന്ന് പറിക്കുന്ന ഒടിനെല്ലിക്കാനെയായിരിക്കും. ഇതെല്ലാം കഴിഞ്ഞ് പള്ളിയോട് ചേർന്നുള്ള സ്കൂൾ ആയതിനാൽ തന്നെ പള്ളിമുറ്റത്തേക്ക് ചെല്ലുകയും അവിടെ നിൽക്കുന്ന ബദാംഗ മരത്തിൽ നിന്ന് ബദാംഗ പറിക്കുകയും ആ ബദാംഗ തൊലിയോടെ ചവയ്ക്കുകയും ശേഷം പതുക്കെ അത് ഇടിച്ചു പൊട്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. അങ്ങനെ ഇടിച്ചു പൊട്ടിക്കുന്ന അവസരത്തിൽ പലപ്പോഴും ഇടി കൈക്കിട്ടായി. ആ ഇടിയിൽ വേദന കൊണ്ട് പുളയുമ്പോഴും ഞങ്ങൾക്ക് ഞങ്ങളുടെ ലക്ഷ്യമായിരുന്നു വരുന്നത്. എങ്ങനെയാണെങ്കിലും ആ ബദാംഗ ഇടിച്ച് അതിൽ നിന്ന് വെള്ളപ്പരിപ്പ് പുറത്തെടുക്കും. ആ വെള്ളപ്പരിപ്പ് കാണുമ്പോൾ മുൻപുണ്ടായിരുന്ന ആ വേദന അത് അപ്രത്യക്ഷമാകുന്നതും രസകരമായ കാര്യമാണ്. മാത്രമല്ല, പള്ളിയിൽ നടക്കുന്ന വിവാഹങ്ങൾ സ്കൂളിലുള്ള സമയത്താണ് നടക്കുന്നതെങ്കിൽ കല്യാണ പെണ്ണിനെയും കല്യാണ ചക്കനെയും കാണാനായി വളരെ കഷ്ടപ്പെട്ട് എത്തിനോക്കുന്ന അവസ്ഥയും ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട്. മാത്രമല്ല, പള്ളിയിലേക്ക് സ്കൂളിന് മുൻപിലൂടെ പോകുന്ന മരണച്ചടങ്ങുകളിൽ ദുഃഖാർത്തരായ കുടുംബങ്ങൾക്കൊപ്പം ദുഃഖം പങ്കിടുന്ന കുട്ടികളും അവിടുത്തെ സ്ഥിരം കാഴ്ചകളായിരുന്നു. മത്തായി പുല്ല് എന്ന പുല്ല് പറിച്ച് സൂര്യനോ പുഴുവോ എന്ന് ചോദിച്ച് കളിച്ചതും സത്യപ്പുല്ലിട്ട് നോക്കി തലേദിവസം പറഞ്ഞ എക്സാം ഇന്ന് നടക്കുമോ ഇല്ലയോ എന്ന് നോക്കിയതുമൊക്കെ കൗതുകരമായ കാര്യങ്ങളായിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള രസകരമായ ഞങ്ങളുടെ LP സ്കൂൾ ജീവിതം പൂർത്തിയാക്കി കണ്ണൂർ പയ്യാമ്പലം ബീച്ചിലേക്കുള്ള വൺ ഡേ പിക്നിക്കിനും അതിനുശേഷമുള്ള സെൻഡ് ഓഫിനുമൊക്കെ ശേഷം ഞങ്ങളോട് ഞങ്ങളുടെ പ്രധാന അധ്യാപിക ഞങ്ങളുടെ ഓർമ്മയ്ക്കായി ഒരു കിഡ്സ് സ്ലൈഡും അതുപോലെ തന്നെ ഊഞ്ഞാലും സ്കൂളിൽ സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെടുകയും അതിനായി ഞങ്ങൾ മുഖ്യമൊരു പിരിവെടുത്ത് ഞങ്ങളുടെ ഓർമ്മയ്ക്കായി അത് ഞങ്ങളുടെ ധർമ്മ LP സ്കൂളിൽ സ്ഥാപിക്കുകയും ചെയ്തതും ഞങ്ങൾക്ക് അഭിമാനകരമായ നിമിഷമാണ്. ഇങ്ങനെ രസകരമായ LP സ്കൂളിലെ ജീവിതം പൂർത്തിയാക്കി കുറച്ചകലെയുള്ള UP സ്കൂളിലേക്ക് മാറിയപ്പോൾ ആ UP സ്കൂളിലെ ആദ്യ ദിവസങ്ങളിൽ അവിടെ നിന്നും ഈ LP സ്കൂളിന് മുൻപിലൂടെയുള്ള ബസ്സിന് കയറി ആ LP സ്കൂളിന് മുൻപിൽ ഇറങ്ങി ജൂനിയേഴ്സിനോടൊപ്പം തിരിച്ച് LP സ്കൂളിലെ കുട്ടിയായി വീട്ടിലേക്ക് നടന്നു പോയതും രസകരമായ ഓർമ്മയാണ്. ഇനി യാഥാർത്ഥ്യത്തിൻ്റെ ഭാഷയിൽ സംസാരിച്ച സ്കൂൾ ജീവിതം പലപ്പോഴും നമുക്ക് കുറേയേറെ നല്ല ഓർമ്മകൾക്കൊപ്പം അത്ര സുഖകരമല്ലാത്ത ചില ഓർമ്മകൾ സമ്മാനിക്കാം. അങ്ങനെ അത്ര സുഖകരമല്ലാത്ത ഈ ഓർമ്മകളെ തളയ്ക്കാനായി കുഞ്ഞുണ്ണി മാഷ് ഒരു നുറുങ്ങ് നമ്മളോട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിങ്ങനെയാണ്: മുട്ടായിക്ക് ബുദ്ധി വെച്ചാൽ ബുദ്ധിമുട്ടായി, മത്തായിക്ക് ശക്തി വെച്ചാൽ ശക്തി മത്തായി. ഓർക്കേണ്ടത് മറക്കരുത്, മറക്കേണ്ടത് ഓർക്കരുത്. നന്ദി.